ഇതൊരു കുഞ്ഞു പൂവാണ് കേട്ടോ, കുഞ്ഞു റോസ. ഞാൻ നമുക്ക് പറഞ്ഞില്ലായിരുന്നു 75 രൂപയ്ക്ക് 3 എണ്ണം മേടിച്ച്. ഇത് ഇതാണ്ട് ഇത്, പിന്നെ അതാണ്ട് ഈ കാണുന്നത്. ഇത് നമ്മളൊരിക്കൽ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇത് അത്രേ ഉണ്ട്. അതിലൊരു മുട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇനി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട്. ഇത്രയും ഭാഗം ഇവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. നല്ല വഴി വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു. വഴിയെല്ലാം വൃത്തിയാക്കി. ഇതേ ഒരു പയർ വിത്തിനിട്ടേക്കാണ് കേട്ടോ. ഇത് വിത്തിന് വേണ്ടിയിട്ടിട്ടേക്കണം. ചെറിയൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു രാവിലെ തന്നെ. ഇവിടെയൊക്കെ നല്ല വഴി വൃത്തിയാക്കി. ഇനി നാണ്ട ഈ സൈഡുണ്ട്, എന്താ ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കി. നടാം അവിടം വരെ നിർത്തി വെച്ച്. ഇനി ഇവിടെ നിന്ന് ഈ ഭാഗം തൊട്ട് ഇങ്ങനെ 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 മൊത്തം വൃത്തിയാക്കണം. ഇനി ഇതെല്ലാം തൂത്ത് കൂട്ടി തീയിട്ട് കളയണം മൊത്തം. ശ്രദ്ധിച്ച് തീയിടാൻ പറ്റുമോ? എന്താ മഴക്കോളുണ്ട്, രാവിലെ നല്ല ചെറിയൊരു മഴക്കോളുണ്ട്. ഇതൊക്കെയാണ് രാവിലത്തെ. ഞാൻ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മീൻ വാങ്ങിയിട്ട് വരട്ടെ. ഇനി കുറച്ച് വിറകും കൂടെയൊക്കെ ഉണ്ട് ഈ സൈഡിൽ. അതെല്ലാം പറക്കണം. അങ്ങനെ ഇതൊക്കെയാണ് ജോലി. നമ്മൾ വാഴക്കൊല നമ്മൾ അമ്പാടിക്കുട്ട വെച്ചിട്ടുണ്ട്. ഒന്നും ആയില്ല, പരിവായി വരുന്നതേ ഉള്ളു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതിൽ അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതും കട്ട് ചെയ്ത്. കതക് തുറന്നിട്ടേക്കണം, കുഴപ്പമില്ല. മീൻ മേടിച്ചിട്ടിട്ട് ഇത് അതിൽ ചക്കയായി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചക്ക എടുത്തത് ഇതുകൊണ്ട് എല്ലാം കാണുന്ന ആ പ്ലാവിൽ നിന്നുള്ളൊരു ചക്ക നടത്തിയത്. നല്ല വഴിയിലിട്ടാണ് തീ ഇട്ടത്. കാര്യം വേറെ ഒന്നല്ല, എൻ്റെ പോസ്റ്റ് നിൽക്കുന്നു. പിന്നെ അതാണ്ട് ലൈൻ കമ്പി, സർവീസ് വയറും കേബിള്, വൈഫൈ ഇടത്തൊക്കെ പോയേക്കുന്നതിനെ കൊണ്ടേ, അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഇന്നലെ ചെയ്ത വേലകളാണ്. ഇവിടെയൊക്കെ തീയിട്ട്. ഇനി അവിടെ കുറച്ച് ഭാഗമുണ്ട്, മഴച്ചാറ്റിൽ പെയ്തതിനെ കൊണ്ട് ചെറിയൊരു നനവുണ്ട്. പപ്പയ്ക്ക ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി. എന്താ നല്ല വഴി വൃത്തിയാക്കൽ പരിപാടിയായിരുന്നു. ഇതിൽ നിന്ന് ചക്ക നമ്മൾ അടത്തിയെടുത്ത് കേട്ടോ. മീൻ വരുന്നു. ഇവിടെ വെള്ളം വന്നു മറിയും, അതാണ് അങ്ങനെ. എൻ്റെ അമ്മേ, എവിടെ? ഞാൻ മീന് ചാളയല്ലേ ചേച്ചി? ഇല്ല, ചാളയും കൊഴിയാളെ ചെല്ലേ. അല്ല, നാടൻ ചാള. ഇന്നലെ അല്ല, 2-3 ദിവസം മുമ്പേ നമ്മൾ ചക്ക അടത്തി. ഞാൻ പോയിട്ട് ഇത്തിരി ജോലിയുണ്ട്. ചായ ഇട്ടില്ല. മീൻ കിട്ടി, ചാള, നാടൻ ചാള. മഴ ചാറുന്നുണ്ടോ, ഫോണിൽ വെള്ളമാവും. പോട്ടെ. ഇതിനാ പപ്പയ്ക്ക് ഇനി എന്ന് പഴുത്തിട്ടൊരെണ്ണം കഴിക്കാൻ പറ്റുമോ എന്തോ ഏട്ടാ. ചാറ്റിൽ മഴ കാണുന്നുണ്ടോ? എൻ്റെ ഫോണിൽ വെള്ളം വീഴുന്നു. തിരികെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ചാറ്റൽ മഴ, ഷീറ്റിൻ്റെ മണ്ടയിൽ വെള്ളം വീഴുന്നുണ്ട്. ഫോണിൽ ക്യാമറയിലൊക്കെ വെള്ളം വീഴുന്നുണ്ട്. ചാറ്റൽ മഴ കാണത്തില്ല. എനിക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും മീൻ വാങ്ങി വീട്ടിലോട്ട് കയറട്ടെ. അയ്യോ, താക്കോൽ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. ഇവിടെ എല്ലാം വെക്കുന്ന അകത്താണ്. പിന്നെ അതിങ്ങെടുത്ത് ഡോറടയ്ക്കട്ടെ. മക്കളെണീച്ചില്ല, ഞായറാഴ്ചയല്ലേ. മീൻ കാണിച്ചു തരാം. വേറൊന്നും ഇല്ല കേട്ടോ. കാരണം 3 വള്ളിക്കൊഴിയാളെന്ന് പറയും. അത്
200 രൂപ 3 എണ്ണം. ഞാൻ പിന്നെ ചാള മേടിച്ചു. ഇപ്പം മീനൊന്നും ഇല്ല, മീൻ കുറവാണ്. അപ്പോൾ ഉള്ള പരുവത്തിന് പോകാം. ഉള്ള സമയത്ത് കിട്ടിയിട്ടുണ്ടോ, ഇല്ലാത്ത സമയത്ത് ഇല്ലാത്ത പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. കണ്ട നാടൻ ചാള നിറയെ മുള്ളുണ്ട് കേട്ടോ. 50 രൂപയാണത്. 50 രൂപയ്ക്ക് ചാള മേടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യൂല, ഇതിനെടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കണം. അപ്പം അതിന് മുമ്പേ നമുക്ക് ഇതിനൊന്ന് തുറക്കണമല്ലോ. അത് പഴയ ഫ്രിഡ്ജാണ് കേട്ടോ, അതുകൊണ്ട് ഇതൊന്നും പോവില്ല. പോറലാണ് കേട്ടോ ഇത് മൊത്തം. ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ച ഫ്രിഡ്ജാണ്, അതുകൊണ്ടാണ് കേട്ടോ നൈസായിട്ടിടണം. എന്താ വർഷങ്ങളായ ഫ്രിഡ്ജാണ്, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ട ഇതേ ഓരോരുത്തർ ഇതാ വന്നിരിക്കുന്നു. രാവിലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ ജോലിയൊക്കെ തുടങ്ങുവാണ്. ചായക്ക് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒത്തിരി ഏറെ സന്തോഷമുള്ളൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഫേസ്ബുക്ക് ഒരു പേജ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ചാനലിൻ്റെ ഐഡിയുടെ പേരെന്താണെന്ന്. അപ്പോൾ എൻ്റെ വാടക വീടെന്ന് തന്നെയാണ് അതിൽ നമ്മൾ പേര് വെച്ചിരിക്കുന്നത്. ഇൻസ്റ്റയിലാണെങ്കിലും അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിലും. ഇൻസ്റ്റയിൽ വലിയ ആക്റ്റീവും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്, വീഡിയോസ് ഇടാറുണ്ട്. അതിലൊരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10K ഫോളോവേഴ്സ് ആയെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക്, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് അത് 11K ആയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരിയേറെ നന്ദി എല്ലാവരുടെടുത്തും അറിയിക്കുവാണ്. പിന്നെന്തായാലും ഇതിലുള്ള ഫേസ്ബുക്ക് പേജ് ഉള്ള ആരെങ്കിലും ഫേസ്ബുക്ക് ഉള്ളവർ എന്തായാലും അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതിൽ തന്നെ നമ്മൾ പിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തായാലും കയറി നോക്കുക കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അതൊന്നും കൂടെ ഒരു ചെറിയൊരു വരുമാനം കിട്ടുവാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അത് വലിയൊരു ഉപകാരമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ചോറ് വെച്ചേ പറ്റുള്ളൂ. രാവിലെ ഇപ്പോൾ ഞാൻ മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. മീൻ മേടിക്കാൻ പോയപ്പോൾ ഇച്ചിരി വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി സന്ധ്യയ്ക്ക് ഒരു കുഞ്ഞായിട്ട് ചെറിയ രീതിയിലുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ചെറിയ രീതിയിലുണ്ടായിരുന്നു മീൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ. അപ്പോൾ അതുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ ചായ ഇടണം. രാവിലെ ചൂട് വെള്ളം കുടിച്ചിട്ട് കുറേ നേരം ഇവിടെ കറങ്ങി നിന്നിട്ടാണ് പിന്നെ ഇപ്പോൾ മീൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഞായറാഴ്ചയാണ്, പതുക്കെ മതിയല്ലോ. മോന് പോകണം, മോളിവിടെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വിറകൊക്കെ പറക്കി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പം പറക്കി വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇട്ടിരിക്കും. കുറേശ്ശെ ആയിട്ട് എടുത്ത് കത്തിക്കാനേ പറ്റൂ. വെട്ടി പിടിക്കാൻ വയ്യ എനിക്ക്. പിന്നെ പറയാനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുതിയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന, പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവർ, പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മളറിയാം. പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് നമ്മളെ രീതി കാര്യങ്ങൾ നമ്മൾ എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനും എൻ്റെ 2 മക്കളും നമ്മൾ 3 പേരാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാനായിട്ടുള്ളത്. ഒത്തിരി നാൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ലോങ് വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ലോങ് വീഡിയോ ഇടും. പിന്നെ ലൈവ് ഇനിയിപ്പോൾ ഇല്ല കേട്ടോ, ലൈവ് ഞാനങ്ങ് നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ലൈവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ വല്ലപ്പോഴൊരിക്കൽ ഒരു ലൈവ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അല്ലാതെ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമുക്കിങ്ങനെ അങ്ങ് പോവാം. ഇതാണ് എനിക്കും ഇപ്പോൾ നല്ലതായിട്ട് തോന്നുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡ് ഇനിയിപ്പോൾ മേടിക്കണം, ഒരു മൈക്കും മേടിക്കണം. അപ്പോൾ ഇത് രണ്ടും മേടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റാൻഡിൻ്റെ അതിനകത്തുള്ള ഒരു ക്ലിപ്പുണ്ട് കേട്ടോ, അത് ഇളക്കി ഇതിൽ ഘടിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഗ്രില്ലിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. മൊബൈൽ മറിയോ ഇല്ലേ അങ്ങനെ ഒന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും കുറ്റി ഞാൻ ഓണാക്കിയിട്ടേക്കുവാണ്. ഇനിയിപ്പോൾ ചായക്കുള്ളതൊക്കെ വെക്കട്ടെ കേട്ടോ. നേരത്തെ തന്നെ പാലും വെള്ളവും എല്ലാമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം തേയില, പഞ്ചസാര ഒഴിവാക്കി കേട്ടോ, ഷുഗർ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. എങ്കിലും പിന്നെ അരവണ കിട്ടിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കഴിച്ച്. അരവണയും പൊരിയും മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മോള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോളെ കൂട്ടുകാരിലെ ഒരു ചേട്ടൻ വന്നപ്പോഴത്തേക്ക് അവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഏതാണ്ട് മുക്കാലും കഴിച്ച്. പിന്നെന്തായാലും അരവണയാണല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും എന്തായാലും കഴിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ചസാര കഴിവതും ഒഴിവാക്കി. ഇപ്പം ഷുഗർ പിന്നെ കഴിവൊന്നും ചേർക്കൊക്കെ അങ്ങനെ ഒന്നും ഇല്ല, ചേർക്കമേ ഇല്ല, കുറേ ആയി.
പിന്നെ രാവിലെ ഇച്ചിരി വെള്ളം ചൂടാക്കി വരുമ്പോൾ വെള്ളം കുടിക്കും. അതുകൊണ്ട് ഇത്തിരി കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അറിയാൻ വയ്യ. എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ പറയുക എന്തെങ്കിലും മാറ്റം വ്യത്യാസം ഉണ്ടായില്ലെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊന്ന് അടയ്ക്കാനുള്ള അടപ്പെടുത്തിട്ട് വരട്ടെ. ഇപ്പുറത്തെ അടുപ്പ് കാണാൻ പറ്റൂല കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചേക്കുന്നതിനെ കൊണ്ട് ഈ അടുപ്പ് മാത്രമേ കാണാൻ പറ്റൂ. അത് ഞാൻ ഈ അടുപ്പ് ഇങ്ങനെ നീക്കി വെച്ചാലേ നിങ്ങൾ കാണത്തുള്ളൂ. അത്രയും സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടത് കാണത്തില്ല. പിന്നെ അരി അരച്ച് വെച്ചിരിക്കുന്നു. അത് ഇഡലിക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇഡലി വെള്ള ചമ്മന്തി അരയ്ക്കുക. പിന്നെ അരി എടുപ്പ് ഇട്ടിട്ടില്ല. ഇത്തിരി പണിയുണ്ട് ഇന്നിപ്പോൾ. പാല് തിളയ്ക്കുന്നുണ്ടേ. പാല് തിളച്ച് വരുമ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് പൊങ്ങി പോകത്തില്ലെന്ന് ചോദിച്ച് അടുപ്പിൽ വീടില്ല. വീഴാതെ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. തീ ഓഫ് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. തിരിച്ച് ഞാൻ കറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്ട് തീ കത്തുന്നുണ്ട്. തീ കത്തുന്നുണ്ട് കേട്ടോ. കാണാൻ വയ്യ അല്ലേ? കണ്ട തീ കത്തുന്നുണ്ടേ. തീ ഒന്ന് കുറച്ച് വെക്കട്ടെ. ഇങ്ങോട്ട് തിരിച്ചു വെച്ചാലേ എനിക്ക് പെട്ടെന്ന് തീ ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നേരെ കാണാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ്, ചെറിയൊരു സ്റ്റാൻഡ് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ടൈലിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതിനെ കൊണ്ട് നമ്മൾ ഇത്ര ഭാഗത്ത് ഈ ഒരു ഇത്ര മാത്രമേ കാണത്തുള്ളൂ. അടുപ്പും കാണാൻ പറ്റത്തില്ല. അതാണ് കാര്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇടുന്നില്ല. അപ്പോൾ മോളും പഞ്ചസാര ഇട്ട് കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കുന്നില്ല. ഇപ്പോൾ 2 പേർക്കും വേണ്ട. പിന്നെ മോന് ചായ വേണ്ട. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് 2 പേർക്കാണെങ്കിലും ഇച്ചിരി അധികം കൂടെ എടുത്തിട്ടുണ്ട്. എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്, തലവേദന എടുക്കും. എന്തായാലും അതിനെ ഒന്ന് ഇതിൽ കിടന്നൊന്ന് തിളച്ചിട്ട് നമുക്ക് ഒഴിക്കുന്ന നേരത്തെ എടുക്കാം. അതിനിടയ്ക്ക് ഞാൻ പോയി മാവ് എടുത്തിട്ട് വരട്ടെ. മാവും തേങ്ങയും ഇതൊക്കെ എടുത്തിട്ട് വരണം. അരി എടുപ്പിടാനായിട്ട് ചോറ് കുറച്ച് കിടക്കുന്നു. ചിലപ്പോൾ ചോറ് വയ്ക്കും, ചിലപ്പം ഒരു ചെറിയൊരു ചക്കയും ഞാൻ എടുക്കാമെന്ന് നോക്കട്ടെ. എന്തായാലും മോൾ എണീക്കുവാണെങ്കിൽ അതും കൂടെ നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. എന്തായാലും നോക്കാം നമുക്ക്. അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കാം. ഇനിയിപ്പം നമുക്ക് എറാത്തോട്ട് പോവാം. എറാത്ത് പോകണോ ഇവിടെ നിൽക്കണമെന്നാണ് ആലോചിക്കുന്നത്. മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടെന്ന്. അതാണ്ട് ഇവിടെ ഇത് ഇത്രയും മണി പ്ലാന്റ് ആണ്. ഇത് വേറെ എന്തോ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെത് അറിയില്ല. അത് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അതുപോലെ ഇത് ഗ്ലാസ്സിൽ ഇത് നമ്മൾ ഞവരയുണ്ടല്ലോ അതാണ് കേട്ടോ കലത്തിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. വേണ്ടേ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇത് കേട്ടോ. അത് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. വിറക് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്താ മഴ ചാറുന്നുണ്ട്. ചാറ്റമഴയുണ്ട് കേട്ടോ. ചാറ്റമഴ. ഈ അറ്റത്ത് കുറച്ച് പയറും മുളകും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ കൂട്ടുകാരി എനിക്ക് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ നമ്മളെ പുളിങ്കമ്പുണ്ടല്ലോ അത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. വിറകൊന്നും പിറകി വെച്ചിട്ടില്ല. ദേ കിടക്കുന്നു. ചെറിയ തുള്ളി മഴ പെയ്യുന്നുണ്ട്. കണ്ട ചാറ്റമഴ പെയ്യുന്നു. കാണാൻ വയ്യല്ലേ? മഴ പെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് വെളിയിറങ്ങത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം. മഴ പെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഇവിടുത്തെ ലൈറ്റ് വെട്ടത്തിൻ്റെ ആണോ അതേ ഇനി വെളിയിലത്തെ വെട്ടത്തിൻ്റെ ആണോ എന്ന് അറിയാൻ വയ്യ. വെള്ളം വീഴുന്നുണ്ട് സൈഡിൽ നിന്ന് ചെറിയ രീതിയിൽ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ അടുക്കള ഭാഗത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും. പിന്നെ അതുപോലെ തന്നെ അവിടെ സിറ്റൗട്ടിലും രാത്രി വൈകുന്നേരങ്ങളിൽ അവിടെ പോയിരിക്കും. ഏറ്റവും കൂടുതൽ ഞാൻ ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നത്. എനിക്ക് ഇവിടെയാണ് ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുക. ഒന്നുകിൽ ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇപ്പം ചക്കയുടെ സീസൺ ആയതിനെ കൊണ്ട് അവിടെ താത്തയുടെ പ്ലാവിൽ നല്ലതുപോലെ ചക്ക അതിനകത്തും ഉണ്ട് കേട്ടോ. അതിലുണ്ട്, നമ്മളെവിടെയൊക്കെ നിൽപ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ചക്കയുടെ സീസൺ ആയിട്ടുണ്ട്. കുറേ പേര് ഇന്നലെ ചോദിക്കുന്നതായിട്ട് മാങ്ങയുടെ സീസണൊക്കെ ആയോ എന്ന് ചോദിച്ച്. മാങ്ങ ആയിട്ടുണ്ട്, ഇഷ്ടം പോലെ മാങ്ങ പിടിച്ച്. മാങ്ങ കുഞ്ഞു കുഞ്ഞു മാങ്ങ പിടിച്ച് വരുന്നുണ്ട്. പിന്നെങ്കിലും ഇപ്പം അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് മാങ്ങയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കയറി കണ്ടാൽ മതി. നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ എന്തെന്ന് പറയാനായിട്ട്, ഒരു 4 പേരിൽ നിന്ന് നമ്മൾ ഒരുപാട് വീട്ടിലോട്ട് താമസിക്കാൻ വന്നിട്ട് ലാസ്റ്റ് അതൊരു 3 പേരായിട്ട് മാറുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എന്തോ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും നമുക്ക് എത്രയൊക്കെ എല്ലാവരും പിന്നെ എല്ലാം കഴിഞ്ഞതെല്ലാം പോട്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊന്നും അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റാത്ത കുറേ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കുറേ ഇപ്പം ഞാൻ കുറേ അങ്ങ് മാറിയിട്ടെ. കുറേ എന്ന് വെച്ചാൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നു എന്നല്ല, പക്ഷെ നമുക്ക് പിന്നെ അതങ്ങ് മാറ്റി വെച്ചേ പറ്റും. മറക്കാൻ പറ്റത്തില്ല, മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് മുന്നോട്ട് പോകണം. യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. അതിൽ നമ്മൾ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 216K ആയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ ചേർത്ത് നിർത്തി. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 10K ആയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതൊരു 11K ആയിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അതൊരു 11K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ മാക്സിമം പറ്റുന്നിടത്തോളം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 17-18 വർഷത്തോളമായി നമ്മൾ വാടക വീട്ടിലോട്ട് വന്നിട്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു 3 സെൻറ്റ് മണ്ണ് നമുക്കുണ്ടെങ്കിലല്ലേ നമുക്കൊരു വീട് വയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 3 സെൻറ്റ് മണ്ണൊക്കെ ആയിട്ട്, അത് 3 സെൻറ്റ് മണ്ണ് കിട്ടുവാണെങ്കിൽ പഞ്ചായത്തിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കുടിൽ കെട്ടിയെങ്കിലും നമുക്ക് കിടക്കാം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് പേജും കൂടെ തുടങ്ങിയത്. പിന്നെ ഇത് നല്ല ഒരിതാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുക്കിങ്ങിൻ്റെ വീഡിയോ, ഞാൻ വേറെ റീൽസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന ആളോ അങ്ങനെ ഒന്നും അല്ല. കുക്കിങ്ങിൻ്റെ ഷോർട്ട് വീഡിയോ, ലോങ് വീഡിയോ, പിന്നെ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇട്ട് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഇതിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. കാരണം കൊച്ചുങ്ങളെ പബ്ലിക്കിൽ കൊണ്ടുവരാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം മക്കൾക്ക് അവർക്കൊരു ലൈഫുണ്ട്, അവരുടെ കാര്യങ്ങൾ, പഠനം, അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊച്ചുങ്ങൾ എപ്പോഴും മക്കൾ സേഫായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുക്കിങ്, പാചകം അറിയാവുന്നതിനെ കൊണ്ട് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ എൻ്റെ പിന്നിലുള്ള, പിന്നെ നമ്മളെ യൂട്യൂബിൽ നിന്ന് കുറേ പേര് നമ്മളെ വീട്ടിലായാലും നമ്മളെ കാണാൻ വന്നിട്ടുള്ളൊരു മക്കളെ കണ്ടിട്ടുണ്ട്, മക്കളെ അറിയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല, പക്ഷേ അതൊക്കെ നമുക്ക് സന്തോഷം തന്നെ. പിന്നെ പബ്ലിക്കിൽ കൊച്ചുങ്ങളെ കൊണ്ടുവരാനായിട്ട് ഒട്ടും ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ യൂട്യൂബിൽ കുറേ പേർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മക്കളെ എന്തായാലും പബ്ലിക്കിൽ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരും എൻ്റെ മക്കൾ അവരുടെ മക്കളെ പോലെ കണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചുങ്ങളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുപോലെ ആവണമെന്നൊന്നും ഇല്ലല്ലോ. പലരും പല സ്വഭാവക്കാരാണ്, പല ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വശവും നമ്മൾ നോക്കണം. ഞാൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ വീട്, എൻ്റെ മക്കൾ, പിന്നെ അതുപോലെ തന്നെ കാരണം നമ്മൾ സേഫായിട്ട് പോവുക. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, അവരെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇതൊന്ന് കിട്ടുന്നൊരു വരുമാനം കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിച്ച് പോകണം. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു വീട് അതെപ്പോഴെങ്കിലും നമുക്കാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 11K ഫോളോ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്, ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട്, സ്നേഹം ഒക്കെ വേണം കേട്ടോ. അരി എടുപ്പിടണം. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളമൊക്കെ എടുത്ത് വിറകും പിന്നെ ഇതൊക്കെ എടുത്തിട്ടൊക്കെ വരട്ടിട്ട മീനൊക്കെ നമ്മൾ കട്ട് ചെയ്യണം. ചിലപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ബാക്കി എടുക്കോളെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയും കൂടെയൊക്കെ എടുത്ത് ജോലി തുടങ്ങാം. ചായ കുടിച്ച് ഏതാണ്ട് പകുതി തീർന്നു. ഇനിയിപ്പോൾ എന്തായാലും അവിടെ നിന്ന് ചുള്ളിയൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ കുറച്ച് കിടക്കണതൊക്കെ എടുത്തിട്ട് ഇന്നലെ വേണ്ട കുറച്ച് ചക്ക, ഇന്നലെ നമ്മൾ ചക്കക്കുരു മാങ്ങ നമ്മുടെ ഇത് ഇന്നലെ വെയിലത്ത് വെച്ച് ഉണക്കി വലിയ ചക്കക്കുരുവാണ് കേട്ടോ. ഇത് വെച്ചിട്ട് മുമ്പ് നമ്മൾ ജ്യൂസല്ല ഷാർജ് ജ്യൂസ് അന്നേരം കണ്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇന്ന് എടുക്കും, ഇല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങയിട്ട് കറി വയ്ക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മീൻകറി എന്തെങ്കിലും വെക്കണം. ചക്കക്കുരു മാങ്ങ ഉടച്ചേറി വെച്ച് അന്ന് എനിക്ക് വയ്യാതായി, ഭയങ്കര വയറുവേദനയൊക്കെ ഇരുന്നു. എനിക്ക് തോന്നുന്നു കഴിച്ചതിനെ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര വിമ്മിഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ വായു ഏറിയ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എണീക്കാം.